ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടു കാണൂലേ, നമ്മുടെ ചന്ദ്രയ്ക്ക് ഇനിയിപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ല. എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കി ഒരു 10 പവനെങ്കിലും ശ്രുതിക്ക് ഇട്ട് കൊടുത്താലേ തനിക്ക് മതിപ്പുണ്ടാവുകയുള്ളൂ എന്ന് ഭാമ പറഞ്ഞു. അത് കേട്ടിട്ട് ഇപ്പം തത്രപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാമ പറഞ്ഞത് പ്രകാരം രവീന്ദ്രനോട് വന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, നീ കൊണ്ടുപോയി പ്രമാണം വയ്ക്കാൻ പറഞ്ഞു. ഏതായാലും പ്രമാണം വയ്ക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ആ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടത്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രവീന്ദ്രൻ അത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, അമ്മയോട് പൈസ വയ്ക്കുന്ന കാര്യം നമ്മുടെ ചന്ദ്ര ചോദിച്ചു. അപ്പം പറഞ്ഞു, നീ പോയി ചോദിക്കുക, എനിക്ക് പറ്റില്ല, നിനക്ക് പൈസ വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നീ പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടത്. അങ്ങനെ ചന്ദ്ര എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കോപ്പ്, ആ തള്ളയുടെ കാലെങ്കിൽ തള്ളയുടെ കാല് പിടിക്കാം, അല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വേണ്ട അവിടെ ഇനി പോകരുതെന്ന് വെച്ചുകൊണ്ടിരുന്നതാ. പക്ഷേ ശരിയാവില്ല, ഇതെൻ്റെ ആവശ്യം തന്നെയല്ലേ, അപ്പം പിന്നെ ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, അത് നടക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. എങ്കിലും അങ്ങോട്ടേക്ക് പോകാനൊരു ചെറിയ മടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും സച്ചിനെയാണ്. അങ്ങനെ രേവതി ഇങ്ങനെ കുളിച്ചൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് അമ്പലത്തിലേക്ക് പോകാനാട്ടോ. അപ്പോൾ 11 ദിവസത്തെ പൂജ മുടങ്ങാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളും വഴക്കുമൊക്കെ മാറി അവരൊന്നാകും എന്ന ഒരിതുണ്ട്. അപ്പം അങ്ങനെ ഒരു അമ്പലമാണ്. അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് നാരങ്ങ അങ്ങാണ്ട് ശൂലത്തിൽ കുത്തുകയും അതുപോലെ വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ മുത്തശ്ശിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ രേവതി പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ രേവതിയോട് ചോദിച്ചു, അല്ല എന്തിയേ സച്ചി എന്തിയേ മോളെ എന്ന് ചോദിച്ചപ്പം അതേ ഒരുങ്ങുവാന്ന് പറഞ്ഞു. അവൻ്റെ ഒരുക്കം ഇതുവരെ തീർന്നില്ല, അവനെ ഞാൻ കുറച്ച് ഒരുക്കുന്നുണ്ട് ഇനി എന്നൊക്കെ പറയുക. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് നമ്മുടെ കലാവതി അച്ചമ്മ പറയുന്നുണ്ട്, അതേ മോളെ ഒരു കാര്യം ചെയ്യണം, അവനെ കൊണ്ട് 2 പേരും ഒരുമിച്ചാണ് പൂജ ചെയ്യേണ്ടത്, അപ്പം നിങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സഞ്ചിയിൽ ഒരു കവറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോഴേക്കും രേവതി ചോദിച്ചു, അല്ലമ്മ ഇതെന്താ, അച്ഛമ്മ ഇതെന്താ എന്ന് ചോദിച്ചപ്പം അത് വേറൊന്നും അല്ല മോളെ, ഇത് കുറച്ച് പൂജ ചെയ്യേണ്ട സാധനങ്ങളൊക്കെയാണ്, ഏതായാലും ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പൂജയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി വന്നിട്ട് ചോദിച്ചു, അച്ഛമ്മേ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അച്ഛമ്മേ, എനിക്കാണെങ്കിൽ ഇനി 11 ദിവസം ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ CC ഒക്കെ മുടങ്ങൂല അച്ഛമ്മ എന്ന് പറഞ്ഞപ്പം, നിൻ്റെ വണ്ടിയുടെ ഒരു CC നീ ഇരുന്നോണം, ദേ ഇപ്പം തൽക്കാലം നിൻ്റെ വണ്ടിയുടെ CC മുടങ്ങിയാലും ഞാൻ പൈസ തരാൻ അടയ്ക്കാൻ, അതുപോലെ നിനക്ക് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛമ്മ എന്താ അച്ഛമ്മ ഈ പറയുന്നത്, അല്ല നീ എന്താ സുതിയാകാൻ പഠിക്കുവാണോ എന്ന് ചോദിച്ചു. സുതിയോ, അല്ല നിനക്ക് ഏത് നേരം പൈസ 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 എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളോ, നിനക്ക് കുടുംബവും കുട്ടികളൊന്നും വേണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ സുതിയായിട്ട് തന്നെ ഉപമിക്കില്ലൂ കേട്ടോ, അതെനിക്ക് തീരെ ഇഷ്ടമല്ല അച്ഛമ്മ, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, എൻ്റെ പൊന്നു മോനെ നീ ഇപ്പോൾ തൽക്കാലം ഒന്നും പറയണ്ട, ദേ അപ്പുറത്തെ അവൻ്റെ ബൈക്ക് ഞാനിവിടെ മേടിച്ചിട്ടിട്ടുണ്ട്, ആ ബൈക്കിൽ 2 പേരും കൂടെ അപ്പുറം വരെയല്ല അമ്പലം വരെ പോകാൻ പറഞ്ഞു. ബൈക്കിലോ, അതെന്താ ബൈക്കിൽ പോയാൽ ഒക്കൂലേ, ദേ ബൈക്കിൽ ഞാൻ പെട്രോൾ ഫുൾ അടിച്ചിട്ടിട്ടുണ്ട് അവനെ കൊണ്ട്, അതുകൊണ്ട് ആ ബൈക്കിൽ കയറി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ബൈക്ക് എടുത്തു. സച്ചി ബൈക്ക് എടുത്തു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ രേവതി കയറിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റത്ത് വന്നായിരിക്കുന്നത്, സച്ചിയുടെ ദേഹത്ത് മുട്ടാതെ. അങ്ങനെയാണല്ലോ സച്ചി പറഞ്ഞേക്കുന്നത്, എൻ്റെ ദേഹത്ത് പിടിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും തന്നെ അച്ചമ്മ ചോദിച്ചു, ഇതെന്താടാ നീ കാണിക്കുന്നത്, ഇതെന്താ മോളെ നീ കാണിക്കുന്നത്, ഇതെന്താ ഇത്ര അറ്റത്ത് വന്നിരിക്കുന്നത്, കുറച്ചങ്ങോട്ട് ചേർന്നിരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി നീങ്ങി. ഇതെന്താ മോളെ ഇത്, ദേ മര്യാദയ്ക്ക് അങ്ങോട്ട് ചേർന്നിട്ടേ കൈയൊക്കെ അങ്ങ് തോളത്തെടുത്ത് വെച്ച് ഇച്ചിരി ചേർന്നൊട്ടി അങ്ങ് ഇരിക്കുക, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും രേവതി അങ്ങ് ചേർന്ന് ഒട്ടിയിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചിക്ക് അങ്ങോട്ട് ഇക്കിളി കൂടുന്ന പോലെ തോന്നി. അപ്പോൾ അച്ഛമ്മ ചോദിച്ചു, എന്താടാ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാനേ അമ്പലത്തിൽ പോയിട്ട് വന്നോളാന്ന് പറഞ്ഞു. മതി, അതുകൊണ്ട് 2 പേരും കൂടെ ദേ ഞാൻ പറഞ്ഞല്ലോ രേവതി, എല്ലാം ഇവനെ കൊണ്ടും ചെയ്യിക്കണം, ഇവൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിടുകയാണ്. അച്ഛമ്മയുടെ മനസ്സിൽ പല പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരു കൊച്ചുമോൻ അല്ലെങ്കിൽ കൊച്ചുമോളെ കാണണമെന്നൊരാഗ്രഹത്തോടെയൊക്കെ കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. വല്ലതും നടക്കുമോ എന്തോ ഒന്നും അറിയില്ല. എന്നിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ പകുതി വരെ മാത്രമാണ് അമ്പലത്തിൽ ഇത് പോകത്തുള്ളൂ, വണ്ടി പോകത്തുള്ളൂ. അപ്പം പകുതി റോഡെന്ന് പറഞ്ഞാൽ 8 വഴി കൂടെ കയറി പോകണം. അതുകൊണ്ട് പകുതി വെച്ച്
നമ്മുടെ സച്ചി വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ഇനി വണ്ടി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, സച്ചി ഈ പറഞ്ഞ പിന്നെ വേറെ കാര്യം നോക്കാനില്ല. രേവതിയും ചാടി ഇറങ്ങിയിട്ട് നടക്കുക. അപ്പം നടന്നു പോകുന്നു. പാടവും പറമ്പും തൊടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമാണ് കാണാനൊക്കെ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അവിടെയും ഇവിടെയും അതും ഇതുമൊക്കെ കണ്ട് നമ്മുടെ രേവതി നടന്നു പോയി. അപ്പോൾ കുറച്ച് വെള്ളം പോലത്തെ കുറച്ച് സ്ഥലം കണ്ടു. അപ്പം വെള്ളത്തിൻ്റെ അപ്പുറം ചാടി കടക്കണം. അപ്പോൾ ഈ പാടം കണ്ടെന്നൊക്കെ നമ്മൾ പറയും, വയൽ. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും വെള്ളമാണല്ലോ. അപ്പം വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ആ ഒരു തോടിൻ്റെ അപ്പുറം, തോടെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരിത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുക. അപ്പോൾ അതിൻ്റെ അപ്പുറം ചാടി കിടക്കണം. സച്ചി നിഷ്പ്രയാസം ചാടി കടന്നു. പക്ഷെ രേവതിക്ക് അത് പറ്റില്ലല്ലോ. അപ്പോൾ രേവതി എന്നോട് പറഞ്ഞു, അതെ നീ ഇങ്ങോട്ട് ചാടി കിടക്കുമൊന്നും വേണ്ട, ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, സഞ്ചി ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ സഞ്ചി മേടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നീ കൈ തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കയ്യിൽ പിടിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി വന്ന് സച്ചിയോട് ചേർന്ന് നിൽക്കുന്ന രേവതി. അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട്. ഏതായാലും നമ്മുടെ രേവതിക്ക് അതൊക്കെ അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. തന്നെ വെള്ളത്തിൽ പോലും ചവിട്ടാതെ, തന്നെ വെള്ളത്തിൽ പോലും ഒന്നും അത്ര കെയർ ചെയ്ത് നമ്മുടെ സച്ചി കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇവർ നേരെ അമ്പലത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇതാണ് അമ്പലം എന്ന് പറഞ്ഞു. അയ്യോ എന്ത് രസമാണ് കാണാൻ എന്നൊക്കെ രേവതി ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ അവർ പൂജ തുടങ്ങുമ്പോഴായിക്കോട്ടെ അവിടെ നാരങ്ങ ഇങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ശൂലത്തിൽ ഇങ്ങനെ കുത്തും അങ്ങോട്ട് ചെയ്യണം. അങ്ങനെ സച്ചി മാറി നിൽക്കുക. അപ്പോൾ രേവതി പറഞ്ഞു, ഇതെന്താ നിങ്ങൾ അവിടെ നിൽക്കുന്നത്, നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്യാനുള്ള പൂജ അല്ലേ വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ഹേയ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷോ എന്താ നിങ്ങൾ ഈ പറയണത്, ഇതിന് ഫലം കാണണമെങ്കിൽ രണ്ടുപേരും കൂടെ ചെയ്യണം. എന്ത് ഫലം? അതെന്തെങ്കിലും ആയിക്കോട്ടെ, മുത്തശ്ശി പറഞ്ഞല്ലേ, ഞാൻ അച്ഛമ്മയോട് പോയി പറയും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കോപ്പ് എന്നതാണോ ഒരു തരത്തിനും മനുഷ്യന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വന്നിട്ട് ആ ഒരു നാരങ്ങയൊക്കെ ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുത്തിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, നമ്മൾ ഒരിക്കലും ദൈവത്തെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തെറ്റാ, നമ്മൾ മനസ്സറിഞ്ഞ് വേണം ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി മാന്യമര്യാദയായിട്ട് നിന്ന് ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് വിളക്കൊക്കെ കത്തിക്കുന്നത്, അതൊക്കെ ചെറിയ പാട്ടൊക്കെ ഇട്ട് നല്ല റൊമാൻസ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ വിളക്കൊക്കെ കത്തിക്കുന്നു. പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സച്ചി ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് രേവതി പറയുക, അശോ ഇവിടെ നമ്മൾ വന്നത് പ്രാർത്ഥിക്കാനല്ലേ, ഒന്ന് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി കണ്ണടച്ചു. രേവതി ആണെങ്കിൽ മനസ്സിൽ പല പല കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കല്യാണമായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന ആൾ നല്ല ആളാണെന്ന് എനിക്കറിയാം. ഇനിയിപ്പം മനസ്സൊക്കെ മാറ്റി കൊടുക്കണം, നല്ലപോലെ ജീവിക്കാനുള്ള ഒരു ഇതൊക്കെ തരണം ഞങ്ങൾക്ക്, എന്നോട് സ്നേഹമൊക്കെ ഉണ്ടാകണം, അതുപോലെ അച്ഛനെയും അച്ഛമ്മേനെയും എല്ലാവരെക്കുറിച്ചും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്തു പ്രാർത്ഥിക്കാൻ, ഞാനൊന്നും പ്രാർത്ഥിച്ചില്ല. അപ്പം നിങ്ങൾ കണ്ണടച്ച് നിൽക്കുന്നത് കണ്ടല്ലോ, കണ്ണടച്ച് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കണം എന്നുണ്ടോ? അല്ല നീ എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ പ്രാർത്ഥിച്ചു. ഇതെന്ത് മനുഷ്യനാ അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കാതെ കണ്ണടച്ച് നിൽക്കുകയോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കണ്ടേ? അല്ല ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇത്രയും നല്ലൊരു ജീവിതം ദൈവം തന്നതിനൊരു നന്ദിയേലും പറയണ്ടേ? നമ്മുടെ ഓരോ ദിവസം ദൈവം നമ്മളെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നതിനൊരു നന്ദിയേലും പറയണ്ടേ എന്ന് പറയുമ്പോൾ ഹേയ് നന്ദിയൊന്നും പറയണ്ട, എനിക്ക് ആവശ്യത്തിന് ദൈവം എല്ലാം തന്നിട്ടുണ്ട്, എനിക്ക് എല്ലാവരുടെയും സ്നേഹം കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്, അങ്ങനെ എല്ലാ ജോലിയുണ്ട്, എല്ലാം ദൈവം തന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ നീയുണ്ട്, അപ്പം പിന്നെ അതിനെ ഞാനിനിയിപ്പം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഇതൊക്കെ തന്നെ ധാരാളം. പിന്നെ നന്ദി പറയേണ്ടത് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല. നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും ഞാനൊന്ന് തകർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഇവിടെ വന്ന് തന്നെയല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം ഈ നന്ദിക്ക് എന്താ വില ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചത് എന്താ പറയുക, തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് സച്ചി. ഇത് കേട്ടപ്പോഴത്തേക്ക് രേവതിക്കൊന്നും മറുപടി ഇല്ല പറയാൻ. കാരണം എന്ത് പറഞ്ഞാലും അതിനൊരു ന്യായീകരണം നമ്മുടെ സച്ചിക്കുണ്ടല്ലോ. അങ്ങനെ അവർ അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാറ് നടുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ കാണുകയാണ്, വയലൊക്കെ. അപ്പം എനിക്ക് ഞാറ് നടണമെന്നൊരാഗ്രഹം ഉണ്ടെന്ന് ഇങ്ങനെ സച്ചിയോട് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ നീ പോയി നട്ടോ? അപ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ നിൽപ്പുണ്ട്, അങ്ങനെ ഞാറ് നടുന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാറ് നടുന്നു. അപ്പം നല്ല രീതിയിൽ നമ്മുടെ രേവതി ഞാറ് നട്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ പറയുകയാണ്, ഇത് നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ, ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ സ്ഥിരം ജോലിക്ക് ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് സച്ചി വിളിച്ച് പറയുക, അതെ ഇത് പൂ കെട്ടുന്ന കയ്യാ, അതുകൊണ്ട് നല്ല ഉറപ്പുണ്ട്, അതാ ഞാറ് ഉറച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് രസകരമായ നിമിഷങ്ങൾ. അത് കഴിഞ്ഞ് നേരെ
തിരിച്ച് വീണ്ടും പോരുകയാണ്. അങ്ങനെ അവർ വരുന്ന വഴിക്കൊരു മാവ് കാണുകയാണ്. അപ്പം മാവ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു അതിൽ നിറച്ച് മാങ്ങയുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും സച്ചു പറയുക നല്ല മാങ്ങയാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്ന് പറിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ വല്ലവരുടെ വായിന്ന് തെറിയൊക്കെ എനിക്കെന്നാ ഭ്രാന്താണോ, അങ്ങനെ പറിച്ചൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം അല്ല നിങ്ങളിതൊക്കെ പണ്ടൊക്കെ പറിച്ചിട്ടില്ലേ, പണ്ടൊക്കെ പറിക്കുന്ന പോലെയാണോ ഇത്ര പ്രായമായപ്പോഴത്തേക്കും കണ്ടുവരുടെ മാവിൽ കയറി എറിഞ്ഞ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം, ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞപ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ഒരു മാങ്ങ കഴിക്കാൻ തോന്നുക, അപ്പം ഒരു മാങ്ങ പറിച്ചു തരുമോ, അല്ല നിങ്ങൾക്ക് എന്താ പേടിയാണോ, അല്ല നിങ്ങൾക്ക് ധൈര്യം ഇല്ലാഞ്ഞിട്ടാണേ വേണ്ടെന്ന് പറഞ്ഞപ്പം ധൈര്യം ഇല്ലാഞ്ഞിട്ടോ, എനിക്ക് ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നീ ഇവിടെ നിൽക്കുക ഇപ്പോൾ വരാമെന്ന് പോയി അവിടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി മാങ്ങ പറിച്ചുകൊണ്ട് ഓടി വരിക. ഓടിയിട്ട് വന്ന് പെട്ടെന്ന് ബൈക്കിൽ കയറിക്കോ, പെട്ടെന്ന് പോകാം, ഇല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് മാങ്ങയൊക്കെ പറിച്ച് ബൈക്കിന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ബൈക്ക് അങ്ങ് പഞ്ചറാവുകയാണ് കേട്ടോ. അങ്ങനെ ബൈക്ക് പഞ്ചറായി കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യാനാണ്, കുറച്ച് കിലോമീറ്റർ അങ്ങോട്ട് പോകണം പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ. അങ്ങനെ ബൈക്കൊക്കെ തള്ളിപ്പിടിച്ച് രണ്ടും വർത്താനമൊക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ വഴിക്ക് വെച്ചാണ് വീണ്ടും നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും അതുപോലെ കുഞ്ഞിനെയും കാണുന്നത്. അപ്പോൾ അവരുടെ വീട് അവിടെ തൊട്ടടുത്താണ്, കുടുംബ വീട്. അപ്പോൾ അവിടെയാണല്ലോ അവരിപ്പം എന്തോ പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്ന് അവരെ കാണുന്നു. അങ്ങനെ അവരുടെ വീട്ടിൽ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുക, അതെ എന്നാൽ പിന്നെ ഇവള് കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ, ഞാൻ പഞ്ചർ ഒട്ടിച്ച് വരാമെന്ന് പറയുക. എന്നിട്ട് സച്ചി അങ്ങ് പോവുക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഫോൺ വിളിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ രേവതി ഇരിക്കുമ്പോൾ തന്നെ ശ്രുതി ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശ്രുതിയാണെന്നൊന്നും അറിയുന്നൊന്നുമില്ല. എൻ്റെ മകൾ വിളിക്കുന്നുണ്ടെന്നേ പറയുന്നുള്ളൂ, അവിടെ വെച്ച് ഫോട്ടോ കാണിക്കുന്നൊന്നുമില്ല. അങ്ങനെ ശ്രുതി ഫോൺ വിളിക്കുന്ന വേറെ ഒന്നിനുമല്ല, ആദ്യം കുട്ടിയോട് സംസാരിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമത്തിൻ്റെ ആ ഒരു ഇതിലാണ്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഉള്ളിനുള്ളിൽ ഒരു അമ്മയുടെ സ്നേഹം കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അവനോട് സംസാരിക്കണമെന്നും പറഞ്ഞാൽ വിളിക്കുന്നത്. പക്ഷേ കുട്ടി അപ്പോൾ രേവതിയുടെ കൂടെ കളിച്ച് നടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ ഇവിടെ ഒരു പെങ്കൊച്ച് വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുക എന്ന് പറഞ്ഞപ്പം കണ്ട പെൺപിള്ളേരുടെയൊക്കെ കൂടെ ഇങ്ങനെ വിടുന്നത് എന്തിനാ, അങ്ങനെ അറിയത്തില്ലാത്ത ആൾക്കാരുടെയൊക്കെ കൂടെ വിടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം അതെനിക്ക് അറിയാവുന്നത് തന്നെയാണ്, ഞങ്ങളിങ്ങനെ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടാന്ന് പറഞ്ഞപ്പം എന്നെ ആണെങ്കിലും സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി. ഏതായാലും സംസാരിച്ചിട്ട് ഫോണൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി വന്നു കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് നമ്മുടെ രേവതിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊന്നുമില്ല കേട്ടോ. അതായത് ശ്രുതിയുടെ അമ്മയാണെന്നോ കുഞ്ഞാണെന്നോ ഒന്നും അറിയുന്നില്ല, ഫോട്ടോ ഒന്നും കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു സീൻ കഴിയുന്നു. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം കേട്ടോ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ച് റൊമാൻസ് രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്, അമ്മയുടെ വീട്ടിലേക്ക്, അതായത് അച്ഛമ്മയുടെ അടുത്തേക്ക് തന്നെ പോകാം. ഭാമ പറയുക എങ്ങനെയെങ്കിലും നീ ചെന്ന് കയ്യും കാലും പിടിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം. രാവിലെ ഫുൾ വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.